ഓരോ വിദ്യാലയവും അതിലെ അധ്യാപകരും വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഓർമ്മകളും ഓരോ വ്യക്തികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിൻ്റെ ഹൃദയമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഈ വിദ്യാലയത്തിൽ അനേക കാലം പഠിപ്പിച്ച് അനേകം വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ സാംസ്കാരികമായും ആത്മീയമായും നിറസാന്നിധ്യമായ ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ നമസ്തേ ഗുരുവായൂരിൻ്റെ ഈ ചാപ്റ്റർ എഴുതി തുറക്കുന്നത്. നമസ്തേ. രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാസ്റ്റർ ഗുരുവായൂരിനടുത്ത് പാവറട്ടിയിലെ കാക്കശ്ശേരിയിൽ കുരുമാഞ്ചേരി കുഞ്ഞുണ്ണി നായരുടെയും പണ്ടാരത്തിൽ കുഞ്ചുകുട്ടിയമ്മയുടെയും 5 മക്കളിൽ മൂത്ത മകനായി 1938 സെപ്റ്റംബർ 7 ജനനം. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ഏറെക്കാലം ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ മലയാളം അധ്യാപകനായിരുന്നു. തൻ്റെ 19-ാം വയസ്സിൽ തുടങ്ങിയ അധ്യാപക ജീവിതം ഇന്നും തുടരുന്നു. അധ്യാപകൻ, പ്രഭാഷകൻ, കവി, ഗ്രന്ഥകാരൻ, നിരൂപകൻ, സംസ്കൃത പണ്ഡിതൻ എന്നീ നിലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പൊതുജന സ്വീകാര്യനും കലാ സാംസ്കാരിക മതപ്രഭാഷണ സദസ്സുകളിൽ ഇന്നും നിറസാന്നിധ്യമാണ്. കവിതകൾ, നാടകം, നിരൂപണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ 12ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ പുരസ്കാരം, ഗുരുശ്രീ അവാർഡ്, ഉറൂബ് അവാർഡ്, വായനശാല അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഭാര്യ വിലാസിനി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നിര്യാതയായി. രാജീവ്, രതീഷ്, നന്ദകുമാർ, ഹരി എന്നിവരാണ് മക്കൾ. നമസ്കാരം മാഷേ. നമസ്കാരം. നമസ്കാരം മാഷേ. മാഷുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളും ഒക്കെയുള്ള അനേകം ആളുകളോടാണ് നമ്മളിപ്പം സംസാരിക്കുന്നത്. മാഷ വിശേഷങ്ങൾ മാഷിൻ്റെ കുട്ടിക്കാലം തൊട്ട് തുടങ്ങാം. മാഷ എങ്ങനെയാണ് ഇങ്ങനൊരു അധ്യാപകനായത്? അല്ലെങ്കിൽ അധ്യാപകനായില്ലായിരുന്നെങ്കിൽ മാഷ് വേറെ എന്താകുമായിരുന്നു എന്നുള്ള ആണ് ഒരു ചോദ്യം. ഞാൻ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം, ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ റവന്യൂ വകുപ്പിലോ മറ്റോ ഒരു തഹസിൽദാരോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളായി മാറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ദൈവഗത്യ അങ്ങനെയല്ല വന്നു ചേർന്നത്. എനിക്ക് സാഹിത്യത്തോടും മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു താല്പര്യം കണക്കിലെടുത്ത് സംസ്കൃതം പഠിക്കാനും ആ വഴിക്ക് പോകാനുള്ളൊരു ത്വരയാണ് ഉണ്ടായത്. അതാണ് എന്നെ അധ്യാപനത്തിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ അത് വിധിയുടെ നിയോഗമാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ് പഠനമൊക്കെ എവിടെയായിരുന്നു മാഷ്? ശരിക്കും പാവറട്ടി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഓക്കെ. 4ാം ക്ലാസ് വരെ കാക്കശ്ശേരി LP സ്കൂൾ, ബോർഡ് സ്കൂൾ എന്നാണ് അന്ന് പറയുക. ആ ബോർഡ് സ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാവറട്ടി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ്. സംസ്കൃത പഠനം സാഹിത്യ ദീപിക സംസ്കൃത കോളേജിൽ വിദ്വാൻ പരീക്ഷ പാസ്സായി. അതിനുശേഷമാണ് ഞാൻ അധ്യാപന വൃത്തിയിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് കുന്നമംഗലം എന്ന സ്ഥലത്താണ്, കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട്. അതിനുശേഷം പിന്നെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പ്രൈവറ്റായിട്ട് നടത്തി. PhD പാസ്സായി. പിന്നെ ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ഇരിക്കെ വീട്ടിൽ അച്ഛനും മരിച്ചു. സഹോദരന്മാരൊക്കെ പലയിടത്തും ജോലിയിലുമായി. അമ്മ മാത്രമാവുന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ നാട്ടിൽ വരുന്ന ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ഹൈസ്കൂളിൽ, ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ഒരു വേക്കൻസി കണ്ടു. ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു. KERലൊരു പ്രൊവിഷൻ ഉണ്ട്, 2 മാനേജ്മെൻറ്റും അംഗീകരിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ ആവാം. ഓക്കെ. അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ആയിട്ടാണ് ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വരുന്നത്. 1964 ആഗസ്റ്റ് 14 ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. മാഷിൻ്റെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മാഷ് ഇങ്ങനെ ചെറുപ്പത്തിലെ കവിതകളോടും കഥകളോടൊക്കെ വലിയ പ്രിയവും അടുപ്പവും, അതുപോലെ തന്നെ അത്തരം ആ കവികളോടൊക്കെ വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണെന്ന്. വൈലോപ്പിള്ളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകളോട് മാഷ്ക്കുണ്ടായിരുന്ന ഒരു വ്യക്തിബന്ധം
എങ്ങനെയായിരുന്നു മാഷെ? വ്യക്തി ബന്ധത്തെക്കാളേറെ അവരോടൊക്കെയുള്ള ആദരവാണ് ഉണ്ടായിരുന്നത്. ഈ കവി സമ്മേളനങ്ങൾ ധാരാളമായിട്ട് ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു അന്ന്. അവിടെയൊക്കെ കവിത വായിക്കുക എന്നുള്ളൊരു ജോലി ഞാൻ ചെയ്തു വരാറുണ്ട്. അങ്ങനെയാണ് ഇവരോടൊക്കെ അടുപ്പം വരണതൊക്കെ. ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ ഗുരുവായൂരിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ആളാണ്. കുഞ്ഞിരാമൻ നായരായിട്ട് വളരെ അടുപ്പായിരുന്നു. വൈലോപ്പള്ളിയായിട്ട് അടുപ്പമില്ലായികയില്ല. വൈലോപ്പള്ളി പിന്നെ എല്ലാവരും അങ്ങനെ അടുക്കാൻ പറ്റുന്ന ഒരാളല്ല. ഒരു പ്രത്യേകത ഉള്ള ആളായതുകൊണ്ട് അടുപ്പുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അകലുണ്ടെന്ന് പറയുന്നത് ശരിയല്ലാത്ത ഒരാളാണ്. പിന്നെ കുറുപ്പ് മാഷായിട്ടൊരു അടുപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കവി കുറുപ്പ് മാഷാണ്. വള്ളത്തോളിനെ ആശാനെയും ഒക്കെ അപേക്ഷിച്ച് എൻ്റെ മനസ്സിലെപ്പോഴും ശക്തിയായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു കവി ജി ശങ്കരക്കുറുപ്പാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ സ്വയം കവിത എഴുതുക, സാഹിത്യ നിരൂപണ രംഗത്തിൽ പ്രവർത്തിക്കുക, പിന്നെ അത്യാവശ്യം സാഹിത്യ പ്രസംഗങ്ങളായിട്ട് നടത്തുക, ഇതായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട തൊഴിൽ. ഞാനതങ്ങനെ തുടർന്നു പോന്നു. പിന്നെ അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ ക്ലാസ് മുറികളിൽ ചെയ്തിരുന്ന പ്രധാനമായൊരു കാര്യം എന്താ വെച്ചാൽ, പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു കവിത പഠിപ്പിക്കുകയാണെങ്കിൽ ആ കവിത മാത്രമല്ല ഞാൻ പഠിപ്പിക്കാറുള്ളൂ, ആ കവിതയോട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് ആ ക്ലാസ് മുറിയെ ഒരു വിജ്ഞാന വിതരണ കേന്ദ്രമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളൊന്നും അത് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കുട്ടികളൊന്നും പറയുന്നുണ്ടെങ്കിലും ഞാനത് ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു ചോദിച്ചാൽ ഈ സാഹിത്യ പ്രണയം തന്നെയാണ്. ധാരാളം വായിക്കാൻ സാധ്യതകളുണ്ടായിരുന്നു, അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ട പോലെ ഉപയോഗിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ അധ്യാപനത്തിലുള്ള വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതിനുശേഷം ഞാൻ അധ്യാപനം തന്നെ തുടർന്നു. പല പാരലൽ കോളേജുകളിലും മറ്റേ സ്വാശ്രയ കോളേജുകളിലുമൊക്കെ ആയിട്ട് അധ്യാപനം തുടർന്നു. അങ്ങനെ 66 കൊല്ലം അധ്യാപകനായിട്ട് ജീവിച്ചു. കോവിഡ് വരുന്നത് വരെ ജീവിച്ചു. അതാണ് എൻ്റെ അധ്യാപനത്തിൻ്റെ ഒരു ചരിത്രമായിട്ട് പറയാനുള്ളത്. ഇപ്പോഴും അധ്യാപനം എനിക്ക് മടുപ്പുള്ളൊരു വിഷയമല്ല. ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാമെന്ന് വെച്ചാൽ താല്പര്യമുള്ള വിഷയമാണ്. ഞാനതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും, പഠിപ്പിക്കും. അങ്ങനെയാണ് പറയുന്നത്. ഈ കോർപ്പറൽ പണിഷ്മെൻറ്റ് പറയണമെന്നല്ലോ, അത് ഞാൻ ചെയ്തിട്ടില്ല. അത് വടി എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ടെങ്കിലും ഞാൻ ആരെയും അടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ ഇല്ല. എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുണ്ട്. അതേസമയത്ത് എല്ലാവർക്കും എന്നോട് ഭയമുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തിനാണ് ഭയപ്പെട്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അത് സ്നേഹബഹുമാനമായിരിക്കാം ഭയം. അത് ഭയം എന്നുള്ള പേരിൽ അവർ പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ശ്രീകൃഷ്ണ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യത്തിന് നല്ല കുസൃതിയും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇങ്ങനെ. അപ്പൊ അവിടെ ശരിക്കും വടിയില്ലാതെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നാവുകൊണ്ട് മാനേജ് ചെയ്യുന്നത്. നാവാണ് ഞാൻ എൻ്റെ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അർത്ഥം. അതെ. ഏറ്റവും വികൃതികളായുള്ള കുട്ടികളെ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് ആകർഷിച്ച് അവരെ പോക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു നയമായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ വികൃതികളായുള്ള കുട്ടികളൊക്കെ എൻ്റെ ക്ലാസ്സിൽ വരിക എന്നുള്ളൊരു നയമായിരുന്നു അവിടെ സ്വീകരിച്ചിരുന്നത്. അവർക്ക് നന്നായി പഠിക്കുന്ന കുട്ടികളെ എൻ്റെ ക്ലാസ്സിലിടും, ഏറ്റവും മോശം കുട്ടികളെ എൻ്റെ ക്ലാസ്സിലിടും. ഇങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണയിൽ ഞാൻ റിട്ടയർ ചെയ്ത് പോയിരുന്നു വരെയുള്ള സംവിധാനം. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം വഴി. അതെ അതെ. പക്ഷെ ഈ കവികളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴേ, ഇപ്പൊ ജി ശങ്കരക്കുറുപ്പിനെയൊക്കെ പറ്റിയിട്ട് പറയുമ്പോൾ അവർക്ക് നിരന്തരം ഗുരുവായൂരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അവർ ഗുരുവായൂർ വരുമായിരുന്നു. വരാറുള്ള ആളുകളാണ്. അത് ബന്ധം എന്ന് വെച്ചാൽ ഗുരുവായൂർ ഒരു ഹിന്ദു മത സംസ്കാര സമ്മേളനം നടന്നിരുന്നു. 1947-48 മുതൽക്കോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ 1964 വരെ 17 കൊല്ലക്കാരുണ്ടായിരുന്നു. നെഹ്റു മരിച്ച കൊല്ലാണ് അത് നിന്നത്. നെഹ്റു മരിച്ച കൊല്ലം നടക്കാൻ ഇരിക്കുകയായിരുന്നല്ലോ. നെഹ്റു ഒരു 24-ാം തീയതി മെയ് 24-ാം തീയതി മറ്റോ നെഹ്റു മരിക്കണമെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്ത് വൈശാഖ കാലത്താണ് നടക്കാറ്. അപ്പോൾ ആ കാലം ഏതാണ്ട് തുല്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് അത് നിർത്തിവെച്ചതാണ്. പിന്നീട് അത് ഉണ്ടായിട്ടില്ല. ആ കാലത്ത് ഇന്ത്യയിലുള്ള പല സംസ്കൃത പണ്ഡിതന്മാരും അവിടെ വരും. മലയാളത്തിലുള്ള കവികളും
അതുപോലെ സാംസ്കാരിക രംഗത്തുള്ള ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ അവിടെ വരും. അപ്പോൾ വേദാന്ത കാര്യങ്ങളെക്കുറിച്ച്, ഉപനിഷത്ത് കാര്യങ്ങളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ളൊരു വേദിയായിരുന്നു അത് എല്ലാവർക്കും. അപ്പോൾ ശങ്കരക്കുറുപ്പ് മാഷൊക്കെ വന്നിട്ട് ചെയ്ത പ്രസംഗങ്ങളൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയിലൊക്കെ തങ്ങി നിൽക്കുന്നതാണ്. അതുപോലെ സുമാർ അഴീക്കോട് മാഷ് വന്ന് അന്ന് അഴീക്കോട് മാഷ് ചെറുപ്പമാണ്, അന്ന് 22-23 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ സമ്മേളനത്തിലേക്ക് വരിക. എന്നിട്ട് ഉപനിഷത്തിനെ കുറിച്ചിട്ടൊക്കെ മാഷ് സംസാരിക്കുന്നത്. അപ്പോൾ മാഷാണ് ഈ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്നു എന്നുള്ളതാണ്. മാഷ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഹാളും നിറയും, പഴയ സത്ര ഹാളുകൾ, ആ സത്ര ഹാളും നിറയും, പുറത്തേക്ക് വരും ആളുകൾ. അത്ര വലിയ ക്രൗഡാണ്, വളരെ ആവേശഭരിതമായിട്ട് പ്രസംഗമായിരുന്നു. അന്ന് തന്നെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു സാംസ്കാരിക പാരമ്പര്യത്തെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. ഹിന്ദുമത സംസ്കാര സമ്മേളനം എന്ന് പറയുമ്പോൾ അതിനൊരു മതച്ഛായൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു അന്വേഷണമായിരുന്നു. പുരാണങ്ങൾ എന്താ അന്വേഷിക്കുന്നത്, ഇതിഹാസങ്ങൾ അല്ല ഉപനിഷത്ത് എന്താ അന്വേഷിക്കുന്നത്, ആ ആധ്യാത്മിക തത്വത്തിലേക്കുള്ള ഒരു ഊന്നലായിരുന്നു, മതത്തിലേക്കല്ല അന്ന് ഉണ്ടായിരുന്നു. ആ 17 കൊല്ലക്കാലം അത് നടന്നു. അത് വളരെ വലിയൊരു ഇതായിരുന്നു. ആരായിരുന്നു അതിന്റെ ദേവസ്വം തന്നെയാണ് നടത്തിയത്. അന്ന് ഇപ്പോൾ ദേവസ്വത്തിന് ഈ രാഷ്ട്രീയ ഭരണമൊന്നും ഇല്ലാത്ത കാലമാണ്. അവിടെ ഒരു കൊല്ലത്ത് മാധവമേനോനാണ് അന്ന് മാനേജരായിരുന്ന ആൾ. ആ മാനേജരായിരുന്ന ആൾ പിന്നെ CG നായരുണ്ട്. നമ്മുടെ CG നായരാണ് ലൈബ്രറിയനായിട്ടുള്ള ആൾ. നമ്മുടെ ഗുരുവായൂർ CG നായരാണ് ശരിക്കും അതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്ന ആൾ. ആ CG നായരും പിന്നെ ഉള്ളാട്ടിൽ കോഴിനൂട്ടി നായർ എന്ന് പറയുന്ന ആൾ, PC വാസുദേവൻ അടയത്, KP നാരായണ പിഷാരടി, ഇങ്ങനെയുള്ളൊരു ഒരു വലയാണ്. ചോദ്യ കൃഷ്ണകുട്ടി ഉണ്ടാവും അതിന് തോന്നുന്നത്. ആ വലയാണ് ഇതിന് മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്നത്. വിഷയം നിർണ്ണയിക്കുക, നടത്തുക ഒക്കെ ചെയ്തിരുന്നവരാണ്. പിന്നെ നാട്ടുകാർക്ക് നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ CG നായരുടെ നാടകങ്ങൾ 5-6 നാടകങ്ങൾ CG നായർ ആ കാലത്ത് എഴുതുന്നുണ്ടായിരുന്നു, ഈ പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ളത്. അതൊക്കെ അവിടെ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തും മറ്റൊക്കെയുള്ള ചന്ദൻ ജംഗത്ത് പോലെയുള്ള ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള അതിന് കുറേ ഒരു ശേഖരൻ ഉണ്ടായിരുന്നു, ശേഖരൻകുട്ടി ഒരാളുണ്ടായിരുന്നു, വാര്, അയാളെ കൂടിയിട്ടാണ് അത് നടത്തിയിരുന്നത്. അപ്പോൾ ഗുരുവായൂരിലുള്ള ആളുകളുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായിട്ട് നടന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അതേപോലെ ഒന്നും ഇനിയിപ്പം നടത്താൻ ദേവസ്വത്തിന് കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ, നമ്മുടെ സമൂഹം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഹിന്ദുമത സംസ്കാര സമ്മേളനം ഒന്ന് കേട്ടാൽ തന്നെ അത് ഒരു റിലീജിയസ് ആണോ എന്ന് തെറ്റിദ്ധാരണയിലേക്ക് പോകുന്ന വിധത്തിൽ സമൂഹം മാറിക്കഴിഞ്ഞു. അതിന്റെ ആ ഒരു ടൈറ്റിൽ തന്നെ അങ്ങനെ വരുമ്പോൾ തെറ്റിദ്ധാരണ വരികയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ. അതാണ് ഒരു എന്താ പറയുക, അത് ദൗർഭാഗ്യം എന്നേ പറയാനുള്ളൂ. അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. മാഷ് ഗുരുവായൂർ ആദ്യമായിട്ട് വരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഗുരുവായൂരിനെ എങ്ങനെയാ ഓർമ്മിച്ചെടുക്കുന്നത്? ഗുരുവായൂരിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. കുട്ടിക്കാലത്ത് ഞാൻ ഗുരുവായൂർ വല്ലപ്പോഴൊക്കെയാണ് വരിക. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ കൂടെ വരിക. ഏകാദശി കാലത്ത്, ആറാട്ട് കാലത്ത് വല്ലപ്പോഴും കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് വരിക. ഞാൻ കാക്കശ്ശേരിക്കാരനാണല്ലോ. ഞാൻ സ്ഥിരമായിട്ട് ഗുരുവായൂർ വരുന്ന ആളാകൊണ്ട് 64 നോക്കുക. ഞാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ വന്നതിന് ശേഷമാണ് സ്ഥിരമായിട്ട് ഗുരുവായൂർ വരുന്ന ആളായി മാറുന്നത്. അന്ന് ഗുരുവായൂർ ഈ കാണുന്നത് യാതൊരു പ്രൗഢിയൊന്നുമില്ല. ഈ കെട്ടിടങ്ങളുടെ പ്രൗഢി അതുപോലെ യാതൊന്നും അന്നില്ല. ഹോട്ടലുകളൊന്നും വളരെ കുറവായിരുന്നു. പടിഞ്ഞാറക്കലൊരു ഹോട്ടൽ മാത്രമേ അന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കിഴക്കേ നടക്കലും അതേപോലെ തന്നെ KG കൃഷ്ണയ്യരാണ്, നമ്മുടെ GG കൃഷ്ണയ്യരാണ് അന്ന് ഉള്ള ഒരേ ഒരാൾ. GG കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പ്രസിദ്ധമായിട്ടുള്ള രാമകൃഷ്ണാനഞ്ചുവം എന്നൊക്കെ ആ ഹോട്ടലൊക്കെ അന്ന് പ്രസിദ്ധമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും വലിയ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഇദ്ദേഹമാണ്, GG കൃഷ്ണയ്യരാണ്. പിന്നെ അതിന് പാരലായിട്ട് വേറൊരാളുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഒന്നും വരണില്ല. കിഴക്കേ നടയിലൊക്കെ ബിൽഡിങ്ങുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ പോലെയുള്ള ലോഡ്ജിങ് സൗകര്യങ്ങളൊന്നും ഉള്ളതായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ഞാൻ അപ്പോഴും ഞാൻ സജീവമല്ല. 64 ഞാൻ സജീവമല്ല. സജീവമാവുന്നത് എൻ്റെ എന്താ പറയുന്നത്, സാംസ്കാരിക സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സജീവമാവുന്നത്. ഇപ്പോൾ നവ്യ കാരക്കാട് ഒരു സാംസ്കാരിക സംഘടനയാണ്, ബ്രദേഴ്സ് ക്ലബ്ബ്, ദൃശ്യ തുടങ്ങിയത്, ഇങ്ങനെ കുറേ സാംസ്കാരിക സംഘടനകൾ ഗുരുവായൂരും പരിസരത്തിലും ഉണ്ട്. ഈ സാംസ്കാരിക സംഘടനകളുടെയൊക്കെ വാർഷികങ്ങൾ വരും. ആ വാർഷികങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പ്രസംഗിക്കാൻ പോവുക എന്നുള്ളത്, പിന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ
ചിലപ്പോൾ അവർ ഉപദേശം തേടി വരുമ്പോൾ അത് സഹായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ അവരിൽ ഒരാളാവാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സാംസ്കാരികമായ രംഗത്തുണ്ടായിരുന്ന പ്രത്യേകത. പിന്നെ ഞാൻ ഏറ്റെടുത്തിട്ട് നടത്തിയ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ സാക്ഷരതാ പ്രോജക്റ്റാണ് ഗുരുവായൂർ. ആ സാക്ഷരതാ പ്രോജക്റ്റിൻ്റെ കാലത്ത് ഗുരുവായൂർ ടൗൺഷിപ്പാണ്, മുനിസിപ്പാലിറ്റി അല്ല. ടൗൺഷിപ്പ് ആണ്. അതേസമയത്ത് എലക്റ്റഡ് കമ്മിറ്റി അല്ല, നോമിനേറ്റഡാണ്, മെമ്പേഴ്സാണ്. അന്ന് കെ വി മോഹനകൃഷ്ണൻ നോമിനേറ്റഡ് മെമ്പറാണ്. അങ്ങനെ 2-4 ആൾ നോമിനേറ്റഡ് മെമ്പേഴ്സാണ്. ആ കാലത്താണ് ഈ ഇത് വരുന്നത്, സാക്ഷരതാ പ്രോജക്റ്റ്. 90-കളിലൊക്കെ അതെ അതെ, ആ സമയത്താണ്. അപ്പോൾ ആ സാക്ഷരതാ പ്രോജക്റ്റിൻ്റെ കൺവീനർ ഞാനായിരുന്നു. അപ്പോൾ ആ കൺവീനറായപ്പോൾ അവിടെ ആദ്യത്തെ യോഗത്തിലാണ് ആരാണ് കൺവീനർ ആവേണ്ടതെന്ന് തീരുമാനം വന്നപ്പോൾ ഞാനാണ് കൺവീനറായത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ എൻ്റെ പേരാണ്. പക്ഷേ ഒരു ഒബ്ജക്ഷൻ വന്നു അവിടെ. അതെന്താ വെച്ചാൽ ഞാൻ ഗുരുവായൂരുകാരനല്ലല്ലോ എന്നൊരു ഒബ്ജക്ഷൻ വന്നു. ആര് പറഞ്ഞോന്നുള്ളത് ഞാൻ പറയില്ല, അങ്ങനൊന്നും ഉണ്ടായി. അപ്പോൾ പക്ഷെ എല്ലാവരും അത് അംഗീകരിച്ചില്ല. ഗുരുവായൂരുകാരനായിക്കൊള്ളുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് എന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ സർവേ നടത്തണ്ടേ ഗുരുവായൂരെന്ന്. ഈ അന്നുള്ള നിയോജകമണ്ഡലം, ഇത്ര നിയോജകമണ്ഡലങ്ങളൊന്നും അന്നില്ലല്ലോ. 40-45 ഉണ്ട് നിയോജകമണ്ഡലമുണ്ട്. അതായത് തൈക്കാട് കൂടി മറ്റേ പൂക്കോട് കൂടിയില്ലേ, അതൊന്നും ഇല്ലാത്ത ഗുരുവായൂരാണ്. ടൗൺഷിപ്പ് ഏരിയ. അന്ന് ആകെ ഈ നിരക്ഷരെന്ന് പറഞ്ഞത് 605 നിരക്ഷരാണ് ഗുരുവായൂർ അന്ന്, എല്ലാ ടൗൺഷിപ്പിലും കൂടിയിട്ട്. ഞാൻ എൻ്റെ ഡയറി നോക്കിയാൽ അതൊക്കെ കറക്റ്റായിട്ട് കാണാം. 605 ഈ എഴുതാൻ അറിയാത്ത വായിക്കാൻ അറിയാത്തവർ 605 ആണ്. ഈ 605 ആളെ സാക്ഷരരാക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ഈ വാർഡുകളിലും പോയിട്ട് ഒരു സുധാകരൻ മാഷുണ്ടായിരുന്നു എന്നെ സഹായിക്കാനായിട്ട്. ആ സുധാകരൻ മാഷും ഞാനും എല്ലാ ഏരിയയിലും പോയിട്ട് അവിടെ ഒരു ചെറിയ സമിതി ഉണ്ടാക്കും. ആ സമിതിയിൽ ആരെങ്കിലും ഒരാൾ ക്ലാസ് എടുക്കാൻ ചാർജ് ഉണ്ടാവും. ഈ നിരക്ഷരരെ ഏതെങ്കിലും ഒരു ബേസിൽ കൊണ്ടുവരും. അങ്ങനെ അവരെ സാക്ഷരരാക്കാനുള്ള പരമാവധി ശ്രമം അങ്ങനെ നടത്തും. പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ഏതാണ്ട് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും സാക്ഷരതാ പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും, ചിറ്റാട്ടുകര, വലിയൂര്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാനും പിന്നെ വിജയലക്ഷ്മി ടീച്ചറുണ്ട്. വിജയലക്ഷ്മി ടീച്ചറും സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകളായിട്ട് ഇവർക്ക് ഈ സാക്ഷരതാ പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നവർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകളായി. ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞതാവും ചിലപ്പോൾ ടീച്ചർ ക്ലാസ് കഴിഞ്ഞതാവും എൻ്റെ ക്ലാസ്. അങ്ങനെ ഈ ധാരാളമായിട്ട് ഈ ക്ലാസ് എടുക്കാൻ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിപുലമായ ഒരു ജനസമൂഹമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അന്നാണ്. അവിടെ ഗുരുവായൂർ UP സ്കൂളിൽ വെച്ചിട്ട് ഈ സാക്ഷരതാ പ്രോജക്റ്റിൻ്റെ വലിയൊരു എന്താ പറയുന്നത് ക്യാമ്പ് തന്നെ നടക്കുന്നുണ്ട്. ആ ക്യാമ്പ് നടക്കുമ്പോൾ അതിൻ്റെ കൺവീനർ ഞാൻ തന്നെയായിരുന്നു. സാക്ഷരതാ പ്രോജക്റ്റിൻ്റെ ക്യാമ്പ് UP സ്കൂളിൽ വെച്ചാൽ നടക്കണം. പക്ഷേ ഒരു പകലുള്ള ക്യാമ്പാണ് കേട്ടോ, ഒരു വൺ ഡേ രാത്രിയൊന്നുമില്ല, പകലുള്ള ക്യാമ്പാണ്. ആ ക്യാമ്പിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ദേവസ്വം തന്നു. ദേവസ്വത്തിൻ്റെ പ്രസാദൂട്ടുണ്ടല്ലോ, ആ പ്രസാദൂട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ തരുന്നത്. അങ്ങനെ സാക്ഷരതാ പ്രോജക്റ്റിലെ കുട്ടികൾക്കൊക്കെ എഴുതാനുള്ള പുസ്തകം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഡയറിയാണ് എല്ലാവർക്കും തന്നു, ദേവസ്വമൊക്കെ തന്നത്. അതൊക്കെ എനിക്ക് ഇന്ന് ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സാക്ഷരതാ പ്രോജക്റ്റ് 204 ആളെയും സാക്ഷരരാക്കിയിട്ട് ഗുരുവായൂർ ടൗൺഷിപ്പ് സാക്ഷരത ഉള്ളതാണെന്ന് പ്രഖ്യാപിച്ചത് ആ ഒരു കാര്യം സമ്മേളനത്തിൽ. അന്ന് വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഉണ്ടായിരുന്നത്, വേണുഗോപാൽ P. അദ്ദേഹം പിന്നെ IAS ഒക്കെ എടുത്ത് അദ്ദേഹം പിന്നെ ദേവസ്വം കമ്മീഷണറായിട്ട് വന്നു. കളക്ടറായി ദേവസ്വം കമ്മീഷണറായി വന്നു. അദ്ദേഹം ആ സൗഹൃദം ഇന്ന് അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പിന്നിലാണ് ഞാൻ പോകാറ്. അങ്ങനെയാണ് ഞാൻ ആദ്യം ബൈക്കിൻ്റെ പിന്നിൽ കയറുന്നത്. ഈ ഏരിയയിലേക്കൊക്കെ അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ ഞാൻ കയറിയിട്ട് അവിടെയൊക്കെ പോവും. ആ ഒരു സൗഹൃദം ഇപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും ശരി, കുറേ നേരം സംസാരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യും. എന്നാളൊരു കല്യാണത്തിൻ്റെ ഒരു വേദിയിൽ വെച്ചിട്ട് യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് സംസാരിക്കാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ
എന്താ പറയണ്ടേ, ഒരു സൗഹൃദ വലയം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കാര്യം. ഗുരുവായൂരുകാരനല്ല എന്നുള്ള ആ ഒരു സങ്കടം പിന്നീട് ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെ ചെന്നാലും അവിടുത്തുകാരനാണ്. അങ്ങനെ കുന്നമംഗലത്തുള്ളായിരുന്ന കാലത്ത് ഞാൻ കുന്നമംഗലക്കാരനാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള ഈ കുന്നമംഗലം ഏരിയയിലുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങളൊന്ന് പോയിട്ടുണ്ട്. ഞങ്ങളൊരു 3 ആളുണ്ട് അവിടെ ഹൈസ്കൂളിൽ. ഒരു ബാലകൃഷ്ണൻ നായരുണ്ട്, എൻ്റെ സുഹൃത്ത്, ഒരു കേശവൻ നായരുണ്ട്, ഞാനുമുണ്ട്. അപ്പോൾ അവിടെ മുക്കം, തിരുവമ്പാടി, താമരശ്ശേരി, കൊടുവള്ളി, ചൂൽപ്പുറം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. ചൂലൂര് ആ സ്ഥലങ്ങളിലൊക്കെ ഹൈസ്കൂളുകളുണ്ട്, എലിമെൻ്ററി സ്കൂളുകളുണ്ട്, അപ്പുറം സ്കൂളുകളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ വാർഷികമുണ്ട്. കുത്തകയങ്ങളായിരുന്നു. അവിടെ കുന്നമംഗലം ഹൈസ്കൂളിൽ വന്നിട്ട് ഞങ്ങൾ 3-4 ക്ഷണിക്കും. ഒരാൾ അധ്യക്ഷനാവും, ഒരാൾ ഉദ്ഘാടകനാവും, ഒരാൾ പ്രാസംഗികനാവും. അങ്ങനെ സ്ഥിരമായിട്ട് അവിടെയൊക്കെ പോയി ഇങ്ങോട്ട്. അവിടെ വായനശാല ഉണ്ടായിരുന്ന കാലമാണ്, കലാസമിതി ഉണ്ടായിരുന്ന കാലമാണ്. ഈ മലബാറിലൊരു കലാസമിതി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എസ് കെ പൊറ്റേക്കാടാണ് അതിൻ്റെയൊക്കെ കാലം. ആ കാലത്താണ് ബഷീർ ഇവിടെ ബേപ്പൂരിൽ ഒന്ന് താമസാക്കിയത്. ബഷീറിൻ്റെ എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള നോവല് നാടകമാക്കിയതെന്ന്. കെട്ടിമൊമ്മേനെ കേട്ടിട്ടുണ്ടല്ലോ, കെട്ടിമൊമ്മേൻ്റെ നാടകങ്ങൾ. അതുപോലെ ഈ നാടകമാക്കാൻ വേണ്ടിയിട്ടാണ് ബഷീറിനെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ബഷീറിനെ അവിടെ താമസിപ്പിച്ചതിന് ശേഷം ബഷീർ വിവാഹം കഴിക്കില്ല എന്നൊക്കെ വെച്ച് ഇരുന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ബഷീറിനെ നിർബന്ധിച്ചൊരു വിവാഹം കഴിപ്പിച്ചു. അങ്ങനെയാണ് ബേപ്പൂര് അദ്ദേഹത്തിന് ആസ്ഥാനമായിട്ട് വരുന്നത്. ആ കലാസമിതിയുടെ ബ്രാഞ്ച് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അത് നല്ല പ്രവർത്തനമായിരുന്നു കേട്ടോ കലാസമിതിയുടെ ബ്രാഞ്ച്. ആ കാലത്ത് നാടകാഭിനയം എന്ന് പറയുന്നത് അമേച്ചർ നാടകാഭിനയം എല്ലാ വായനശാലകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്കൂളുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ സ്റ്റാഫ് നാടകം അഭിനയിക്കും, കുട്ടികളുടെ 2 നാടകം. ഇപ്പം ഞാനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ, നിർത്തിയില്ലാത്തത് അഭിനയിച്ച. അത് എൻ്റെ ആ വേഷം എടുക്കാൻ ആളില്ല എന്നതാണ്. ഒരു നാടകത്തിൽ തറവാടിത്തം എന്ന് പറഞ്ഞൊരു നാടകമുണ്ട് ചെറുകാടിൻ്റെ. ആ നാടകത്തിൽ ഒരു റോളുണ്ട്. ആ റോൾ വെച്ചാൽ ഒരു കോസ്റ്റ്യൂംസ് ഇല്ല, അത് ഒരു തോർത്തുകൊണ്ട് മാത്രം എടുത്ത് വന്നിരിക്കണം ലിങ്ക്. മാത്രമല്ല ഈ കൗബീനൊക്കെയാണ് ധരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വാലൊക്കെ പുറത്തേക്ക് കാണും. അങ്ങനെയാണ് കഥാപാത്രം നിർമ്മിതി വരുന്നത്. അത് എടുക്കാൻ ആരും തയ്യാറില്ല, ടീച്ചേഴ്സ് ആരും എടുക്കാൻ തയ്യാറില്ല. ഞാൻ എടുത്തു, ഞാനായിരുന്നു ആ വേഷം. അപ്പം അന്ന് ഞങ്ങളെ ഈ നാടകം പഠിപ്പിക്കാനായിട്ട് വരുന്ന ആൾ നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു. നെല്ലിക്കോട് ഭാസ്കരൻ അന്ന് സിനിമയിലേക്കൊന്നും വന്നിട്ടില്ല. അതിൻ്റെ അടുത്തായി നെല്ലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം, കുറച്ച് അടുത്താണ്, ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ. നെല്ലിക്കോട് ഭാസ്കരനാണ് പഠിപ്പിക്കാനായിട്ട് വരിക. കുട്ടികളെ ആയാലും ശരി, ഞങ്ങളെ ആയാലും ശരി. അപ്പോൾ ഞങ്ങൾ 2-3 കൊല്ലം ഇങ്ങനെ സ്ഥിരമായിട്ട് നാടകം അഭിനയിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ അവിടെ തുടക്കത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു പ്രസംഗം തുടങ്ങുന്നത് അവിടെ ഒരു കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശങ്കരക്കുറുപ്പിൻ്റെ കവിതയെക്കുറിച്ചിട്ടൊരു ഇതാണ്. അന്ന് കവിത വായിക്കുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ഇന്നത്തെ പോലൊന്നും അല്ല. അപ്പോൾ ആ ഒറ്റ പ്രസംഗം 2 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗമായിരുന്നു. അതോടുകൂടിയിട്ടാണ് എന്നെ ആളുകൾ ക്ഷണിക്കാൻ തുടങ്ങിയത്, പ്രസംഗം ക്ഷണിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എത്രയോ പ്രസംഗങ്ങൾ ഞാൻ ചെയ്യാൻ പോയി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷിന്റെ ഈ പ്രസംഗങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മാഷ്ക്ക് ഏത് വിഷയമാണെങ്കിലും ഇപ്പോ ആകാശത്തിന് കീഴിലെ ഇന്ന വിഷയമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് മുമ്പ് പറഞ്ഞാൽ പോലും മാഷ് അതിന് തയ്യാറാണ്. അതൊരു തരം ഞാൻ പറയാം അതൊരു തരം വിഷയത്താണ്. ആ വിഡ്ഢിത്തം ആയത് മാത്രമേ വിഷയം അറിയാത്ത വിഷയമായാലും അറിഞ്ഞ വിഷയമായാലും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരം വിഡ്ഢിത്താണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. സുകുമാർ അഴീക്കോട് മാഷുണ്ടല്ലോ, അഴീക്കോട് മാഷ് ഈ ഹിന്ദുമത സംസ്കാര സമ്മേളനത്തിൽ വന്നിട്ട് ഗംഭീരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് ആവേശം അറിയാലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് പറയാണ്, ഓമന തിങ്കൾക്കിടാവോ നല്ല കോമളത്താമര പൂവോ എന്ന 2 വരികളിലൂടെ ഇരിയമ്മൻ തമ്പി ആകാശവും ഭൂമിയും കൂട്ടിയിണക്കിയെന്ന. ഓമന തിങ്കൾക്കിടാവോ ആകാശമാണ്, താമരപ്പൂവും മണ്ണിലുമാണല്ലോ. അപ്പോൾ ആകാശവും ഭൂമിയും തമ്മിൽ കൂട്ടിയിണക്കിയെന്നാണ്. അത് കഴിഞ്ഞ് വന്ന് KK രാജാവ് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്, KK രാജ. അപ്പോൾ ഞങ്ങൾ കുട്ടികളോടെങ്ങനെ ഇവരുടെ കൂടെ കൂടുവന്നു ഹിന്ദു സംസ്കാര സമ്മേളനത്തിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു,
എന്താണ് താൻ പറഞ്ഞതിന് അർത്ഥം? സുകുമാര താൻ ഈ പറഞ്ഞതിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചു. അത് പ്രസംഗവേദിയിലാവുമ്പോൾ അങ്ങനെ ചിലതൊക്കെ പറയും. ആദര അന്തല്യായാണ് ഞാൻ ഇതിൻ്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ മാഷിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ശരിക്കും അർത്ഥമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഞാനിതിനു മുമ്പ് മാഷെ കണ്ടപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇതിനൊക്കെ പറ്റിയിട്ട് മാഷ് സംസാരിച്ച് ഞാൻ വിചാരിക്കായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പോലെയുള്ള സങ്കേതങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പോലും അന്ന് മാഷ് സംസാരിച്ചു. പിന്നെ നമ്മുടെ അനുഭവങ്ങളിലൂടെ വരുന്ന അറിവ് മാത്രമാണ്. അതെ, നമ്മളിപ്പോൾ ഇപ്പം പിന്നെ റെഡി വെക്കുന്നത് പോലെ ആവാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അപ്പം അത് ചെയ്യാറുണ്ട്. പത്രങ്ങളിലൂടെ ആയാലും വാരികകളിലൂടെ ആയാലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു അതെ. പക്ഷെ അതിന് സമയം നന്നായിട്ട് കണ്ടെത്തേണ്ടതെന്നുള്ളതാണ്. വായിക്കാറുണ്ട്, ധാരാളം വായിക്കാറുണ്ട്. പക്ഷെ തിരിച്ച് സ്കൂൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാല് എങ്ങനെയാണ് ശ്രീകൃഷ്ണ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ശ്രീകൃഷ്ണ സ്കൂളിന്റെ കാര്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി തോന്നിയ വികാരം എന്താ വെച്ചാൽ വരണ്ടായിരുന്നു എന്നാണ് ശ്രീകൃഷ്ണ സ്കൂളിൽ. കാരണം കുട്ടികളുടെ പ്രശ്നമല്ല അവിടെ ടീച്ചർ ഹെഡ്മിസ്ട്രസ് സുശീല ബി നായർ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ടീച്ചേഴ്സും ഉണ്ട്. ഇവർ തമ്മിൽ യാതൊരു ഐക്യമില്ല. സുശീല ബി നായരും ടീച്ചേഴ്സും തമ്മിൽ ഏതാണ്ട് ശത്രുക്കളെ പോലെയാണ്. അതുകൊണ്ട് എന്തുണ്ടെന്ന് അറിയോ, ആ അന്തരീക്ഷം എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നു. ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം. ഒരു ദിവസം ഈ അസംബ്ലി കൂടിയിരിക്കുകയാണ്. ഈ ഹെഡ്മിസ്ട്രസ് തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ വരാൻ വൈകി വെച്ചാലും ഇവൻ്റെ ഈ ഫസ്റ്റ് ബെല്ല് കഴിഞ്ഞു, സെക്കൻഡ് ബെല്ലിൻ്റെ കുട്ടികളൊക്കെ വന്നു നിരന്ന് നിന്നു. ഇനി തേർഡ് ബെല്ലിന് മുമ്പ് അവർക്ക് ഈ പ്രതിജ്ഞയൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണം അസംബ്ലിയിൽ. ഇനി എന്തെങ്കിലും സംസാരിക്കാമെന്നെങ്കിൽ സംസാരിക്കുകയും ചെയ്യണം. അത് കൃഷ്ണൻപൂരി മാഷ് ഒരു മാഷാണ്, പിന്നെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും മാഷോട് പറഞ്ഞു, മാഷോട് കാര്യം ചെയ്തോളൂ, ടീച്ചറെ വരാൻ വൈകിയല്ലേ. മാഷ് അസംബ്ലി അറ്റൻഡ് ചെയ്തോളൂ. അങ്ങനെ അസംബ്ലിയിൽ പ്രതിജ്ഞ കഴിഞ്ഞു, സല്യൂട്ട് സ്വീകരിച്ചു മാഷ്. കുട്ടികളെയൊക്കെ ക്ലാസ്സിലേക്ക് വിട്ടു. അപ്പോഴാണ് ടീച്ചർ കയറിയത്. അപ്പോൾ ടീച്ചർ എന്നിട്ട് മുകളിൽ ആ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ കണ്ടിട്ടുണ്ടാവും, പ്രൊജക്ട് ചെയ്തിട്ട് അവിടെ ഓഫീസ് മുറി മാഷയെ മുകളിലേക്ക് വിളിപ്പിച്ചു ടീച്ചർ. ഒരു മാഷയെ അവമതിച്ചു. ഞാൻ വരാൻ ഇപ്പോൾ കസാലിൽ കയറിയിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലേ എന്നൊക്കെ. മാഷ് വളരെ ഡിജക്റ്റഡായിട്ട് വളരെ നിരാശനായിട്ട് വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ ആളുടെ പ്രേരിപ്പിച്ച്. അപ്പോൾ ഞാൻ ടീച്ചറായിട്ട് പോയി. ടീച്ചറടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ കാര്യം ശരിയായില്ല, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഈ സംഗതി ചെയ്തത്, അതുകൊണ്ട് അദ്ദേഹത്തെ ചെയ്യുന്നത് ശരിയായില്ല. അതുകൊണ്ട് ടീച്ചർ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറയണില്ലെങ്കിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തത് നിങ്ങളാരും ക്ലാസ് പോയില്ല. ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു തീരുമാനിച്ചത് തന്നെയാണത്. പക്ഷേ ഭാഗ്യത്തിന് ടീച്ചർ മാഷെ വിളിക്കലും ഗൗരവം മനസ്സിലായി, ടീച്ചർക്ക് ഗൗരവം മനസ്സിലായി. അവിടെ നിന്നോട്ട് എന്തുണ്ടെന്ന് വെച്ചാൽ ഈ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഒരു നേതൃത്വം എനിക്ക് ഉണ്ടാവാൻ തുടങ്ങിയത് അന്ന് വരക്കാൻ. പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ടീച്ചേഴ്സിനെയും കുട്ടികളെയും പാട്ടിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ടീച്ചറെ പാട്ടിലാക്കാൻ പിന്നെയും കുറച്ച് സമയം വേണ്ടി വന്നു. അത്രയും ടീച്ചർ വളരെ എന്തെന്ന് പറയുക അഡമൻ്റായിട്ടുള്ള സ്ത്രീയാണ്. ഒരിക്കലും ഒന്നിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമല്ല. ഇവരോട് ഭയങ്കരമായിട്ട് പകയാണ് ഉണ്ടായിരുന്നത്. ഷൺമുഖ മാഷ് നമുക്ക് കേട്ടില്ലേ, ഷൺമുഖ മാഷോടൊക്കെ വലിയ ഇതായിരുന്നു. മാഷാണെങ്കിൽ എല്ലാം ടീച്ചർക്കെതിരായിട്ട് പല അപ്ലിക്കേഷൻ എഴുതിയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഹൈസ്കൂളിനെ സാധാരണ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് ഞാൻ വഹിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഒരു സന്തോഷമായിട്ടാണ് എനിക്ക്, ഒരു ചാരിതാർത്ഥ്യമായിട്ടല്ലേ. വളരെ വലിയ ഞാൻ റിട്ടയർ ചെയ്ത് പോയപ്പോഴേക്കും ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ എന്തോന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു വ്യത്യാസം വന്നു, അധ്യാപകർ തമ്മിൽ ഒരു ഐക്യം വന്നു, അങ്ങനെ നല്ല സ്കൂൾ എന്നുള്ളൊരു പേര് ഉണ്ടായി. ഇപ്പോഴത് ആളുകൾ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രാജുവിനോടൊക്കെ ചോദിച്ചാൽ അറിയാതെ. അതായത് അപ്പോൾ ഞാൻ അവിടെ ഈ സെക്കൻഡ് ബെല്ലടിച്ചാൽ കുട്ടികൾ ക്ലാസ്സിൽ പോയിട്ട് ഇല്ല, എല്ലാവരും ബെല്ലടിച്ചാൽ ക്ലാസ്സിൽ പോയിക്കൊള്ളുന്നില്ല.
ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നാൽ മതി, നോക്കിയാൽ എല്ലാ കുട്ടികളും പോകും. ഇതിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഞാൻ തന്നെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷേ അങ്ങനെയാണത്. അതെ, അത്രയും ഒരു സ്നേഹവും ബഹുമാനവും ആ കുട്ടികൾക്ക് എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഞാനിങ്ങനെ കേട്ട് കുട്ടികളുടെ ജീവിതത്തിലാണെങ്കിലും ഇപ്പൊ ഒരു കുഞ്ഞ് പൊട്ട കവിത എഴുതി തന്നിട്ടാണെങ്കിലും പോലും ആ കവിതയൊക്കെ നോക്കി എല്ലാവരും നോക്കാറുണ്ട്, എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ ജനുവിനെ, ലാസർ മാഷ്, ആൻ്റോണിയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിച്ചതാണ്, എന്നിട്ട് രംഗത്ത് കൊണ്ടുവന്നുള്ളതാണ്. അങ്ങനെ ഒരുവിധ ആളുകളെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു മാഷിന്റെ ഇങ്ങനെ ഞാനിങ്ങനെ കേട്ടിരിങ്ങനെ ഭയങ്കര ഓർമ്മശക്തി, അതായത് മാഷിന്റെ ആദ്യത്തെ കാലത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവരുടെ പേരുകളും ഇതൊക്കെ ഓർമ്മയിൽ വരും. അങ്ങനെ ഓർമ്മയിൽ വരുന്ന കുറെ പേരുകൾ ഇപ്പോഴുണ്ട് ഓർമ്മയിൽ വന്നാൽ. അതെ, അവർ വിളിച്ചാൽ ഇന്ന പേരാണെന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ് ചോദിച്ചാൽ മതി, ഇവിടെ വെച്ചാൽ നമ്മൾ ബന്ധപ്പെടണം ചോദിച്ചാൽ എനിക്ക് അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെ, കുറേയൊക്കെ സാധിക്കും, കുറേയൊക്കെ പോയി കഴിഞ്ഞു. ഇങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ അതൊരു വലിയ ഇഷ്യമാക്കിയിട്ടേ ഓട്ടോറിക്ഷക്കാരൊക്കെ വന്നു. അയാൾ കാലത്ത് നേരത്തെ വന്നിട്ട് എല്ലാവരും വരുന്നതിന് മുമ്പ് എല്ലാ ക്ലാസ് റൂമിലും സ്കൂളിൻ്റെ പൂട്ട് മാറ്റിയിട്ട് അയാൾ പൂട്ടും.